ലക്കി നട്ട്. കയ്യിൽ വെച്ചാൽ ഭാഗ്യം വരുമെന്ന് ലോകമെല്ലാം വിശ്വസിക്കുന്ന ഈ കായ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഭീകരമായ ഒരു വിഷമാണ്. ഒരൊറ്റ കുരുമതി ഹൃദയത്തിന്റെ താളം തെറ്റിക്കാൻ. നമ്മളിൽ പലരുടെയും വീട്ടുവളപ്പിൽ കാണുന്ന മഞ്ഞ അരളി എന്ന ഈ ചെടിയെക്കുറിച്ച് അധികമാരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇതിന്റെ ശാസ്ത്രീയ നാമം കാസ്കാബെല്ല തിവറ്റിയ എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ യെല്ലോ ഒലിയാണ്ടർ എന്നും ബീസ്റ്റിൽ ട്രീ എന്നും ലക്കി നട്ട് എന്നും ഒക്കെ വിളിക്കുന്നു. സംസ്കൃതത്തിൽ ഇതിനെ പീതകരവീര എന്നാണ് വിളിക്കുന്നത്. അപ്പോസൈനേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ബഹുവർഷി സസ്യമാണിത്. സാധാരണയായി കടുംമഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിൽ കാണാറുള്ളതെങ്കിലും ചെങ്കൽ നിറത്തിലും വെള്ള നിറത്തിലും പൂക്കൾ ഉണ്ടാകുന്ന ചെടികളും ഉണ്ട്. ട്രംപറ്റിന്റെ ആകൃതിയിലാണ് ഇതിന്റെ പൂക്കൾ. 5 ഇതളുകളിൽ ഒന്നിനു മീതെ ഒന്നായി വന്ന ഒരു ചുഴലി പോലെ തിരിഞ്ഞിരിക്കുന്നതാണ് ഇതിന്റെ ഘടന. നേർത്ത സൗമ്യമായ സുഗന്ധമുള്ള ഈ പൂക്കൾക്ക് തേനീച്ചകളെയും തേൻകുരുവികളെയും ആകർഷിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നു. വർഷം മുഴുവനും പൂക്കൾ നൽകുന്ന ചെടിയാണിത്. ഇനി ഇതിന്റെ ഇലകൾ നോക്കിയാൽ വീതി വളരെ കുറഞ്ഞ നീളമുള്ള രൂപമാണ്. ഇലകൾക്ക് മുകളിലുള്ള തിളങ്ങുന്ന മെഴുകുപാളി ജലാംശം വേഗത്തിൽ ആവിയായി പോകുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വരൾച്ചയുള്ള പ്രദേശങ്ങളിലും ഈ ചെടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇതിന്റെ തണ്ടോ ഇലയോ പൊട്ടിച്ചാൽ പുറത്തു വരുന്ന വെളുത്ത പാൽ വിഷാംശമുള്ളതാണ്. കന്നുകാലികൾ ഇത് തിന്നാതിരിക്കാൻ പ്രകൃതി ഒരുക്കിയ പ്രതിരോധമാണിതെങ്കിലും ചെടിയുടെ കമ്പുകൾ കോതുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും ഈ പാൽ ചർമ്മത്തിലോ കണ്ണിലോ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ത്രികോണാകൃതിയിലുള്ള ഈ പച്ചക്കായ് ശ്രദ്ധിച്ചു നോക്കിയാൽ തലയിൽ ഹെൽമറ്റോ തൊപ്പിയോ വെച്ച ഒരു കൊച്ചു മുഖം പോലെ തോന്നും. വളരുമ്പോൾ നല്ല തിളങ്ങുന്ന പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഇവ പഴുക്കുമ്പോൾ കടും തവിട്ടോ കറുപ്പ് നിറത്തിലോ മാറും. ഈ പച്ച തൊലിക്കുള്ളിലാണ് കട്ടിയുള്ള തോടുള്ള ലക്കി നട്ട് എന്ന ഫലം. എന്നാൽ ഈ തോടിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന കുരുവിലാണ് തെവറ്റിൻ എന്ന മനുഷ്യജീവന് തന്നെ ഭീഷണിയായ വിഷാംശം അടങ്ങിയിരിക്കുന്നത്. കടുത്ത വിഷാംശമുള്ളതാണെങ്കിലും ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുമുണ്ട്. ഇതിന്റെ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഔഷധ ഗവേഷണങ്ങളിൽ പഠന വിധേയമായിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ സത്തിൽ നിന്നും ജൈവ കീടനാശിനി സാധ്യതയും വിത്തുകളിൽ നിന്നുള്ള എണ്ണയിൽ നിന്നും ബയോഡീസൽ ഉണ്ടാക്കാനുള്ള സാധ്യതയും പഠന വിധേയമായിട്ടുണ്ട്. ഇതിന്റെ പൂക്കൾ മാല കെട്ടാനും ക്ഷേത്രങ്ങളിലും വീടുകളിലും പൂജകൾക്കുമായി വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. വരൾച്ചയെ നന്നായി അതിജീവിക്കാൻ കഴിയുന്നതിനാലും കന്നുകാലികൾ സാധാരണയായി ഒഴിവാക്കുന്ന ചെടിയായതിനാലും പല സ്ഥലങ്ങളിലും മഞ്ഞ അരളി അതിരുകളിലും വേലികളിലും നട്ടുവളർത്താറുണ്ട്. ഭംഗിയുള്ള പൂക്കളും കൗതുകമുണർത്തുന്ന കായ്കളും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടകാരിയായ വിഷവും. ഇതാണ് മഞ്ഞ അരളിയുടെ പ്രത്യേകത. വിഷമുള്ള ചെടിയാണെന്ന അറിവും അതിനെ എങ്ങനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണമെന്നുള്ള ജാഗ്രതയും ഉണ്ടെങ്കിൽ ഈ മനോഹരമായ ചെടിയെ നമുക്ക് സുരക്ഷിതമായി തന്നെ തോട്ടത്തിൽ വളർത്താം. ഭയമല്ല, അറിവും ജാഗ്രതയുമാണ് പ്രധാനം. വരൂ, പ്രകൃതിയെ അടുത്തറിയാം. ഓരോ സസ്യത്തിൻ്റെയും പ്രത്യേകതകൾ നമുക്കൊന്നിച്ചു കണ്ടെത്താം. നന്ദി, നമസ്കാരം.